ജീവജാലങ്ങൾക്ക് ഞാൻ വാസസ്ഥലമൊരുക്കി. കിളികൾ എന്റെ കൊമ്പുകളിലാണ് കൂടൊരുക്കിയത്. മനുഷ്യനുൾപ്പെടെ എത്രയെത്ര ജീവജാലങ്ങൾക്ക് ഞാൻ തണൽ നൽകി. നിങ്ങൾക്ക് ജീവൻ നിലനിർത്താൻ ആവശ്യമായ ഓക്സിജൻ പോലും ഞാനല്ലേ നൽകുന്നത്? എനിക്ക് പ്രായമാകുമ്പോൾ എന്റെ തടി ഉപയോഗിച്ചല്ലേ നിങ്ങൾ വീട്ടുപകരണങ്ങളും എഴുതാനും വായിക്കാനുമുള്ള പുസ്തക താളുകൾ വരെ തയ്യാറാക്കുന്നത്. എന്റെ കൂട്ടത്തിൽ ഔഷധ ഗുണമുള്ളവരും ഉണ്ട് കേട്ടോ. മഴ നിന്നാലും മരം പെയ്യുമെന്ന് കേട്ടിട്ടില്ലേ കൂട്ടുകാരെ? ഇടിമിന്നലിൽ നിന്ന് രക്ഷാ കവചമായും ഞാൻ നിലകൊള്ളുന്നു. എന്നാൽ നിങ്ങൾ സവിശേഷ ബുദ്ധിയുണ്ടെന്ന് അഹങ്കരിക്കുന്ന മനുഷ്യർ എന്താണ് ചെയ്യുന്നത്? പ്രകൃതിയുടെ കടത്തിൽ കത്തിവെക്കുന്ന പ്രവണതയല്ലേ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്? പ്രകൃതി നമ്മുടെ അമ്മയാണ്. എന്നാൽ നിങ്ങൾ അറിയാതെ പോകുന്ന ഒന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയാവുകയാണ്. പ്രകൃതിക്ക് സ്വാഭാവികമായ ഒരു താളമുണ്ട്. എല്ലാ ചരാചരങ്ങളും ഒത്തിണക്കത്തോടെ ആ താളത്തിനനുസരിച്ച് കഴിയണം. ഭൂമി അമ്മയുടെ താളത്തിന് ഭംഗം വരുത്താതെ നാം ശ്രദ്ധിക്കണം. നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുക. പുല്ലിനും പുഴുവിനും പൂമ്പാറ്റയ്ക്കുമുള്ളത് പോലെയുള്ള അവകാശമേ മനുഷ്യനുമുള്ളൂ. എന്നാൽ ഞാനാണ് ഈ ഭൂമിയുടെ അധിപൻ എന്ന് കരുതി നാം പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നു. മാറി ചിന്തിക്കാൻ നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ ശുദ്ധവായുവും ശുദ്ധജലവും ഇനി സ്വപ്നങ്ങളിലാകാൻ അധിക നാളില്ല. കാടില്ലെങ്കിൽ നാടില്ല, നാടില്ലെങ്കിൽ നാമില്ല. മണ്ണിൽ ഒരു നാവ് പൊടിക്കുന്നതും ഒരു കുഞ്ഞു പൂവ് വിരിയുന്നതും തെളിമയാർന്ന ജലവുമായി പുഴ ഒഴുകുന്നതും കാടുകളും പുൽമേടുകളും ആരെയും ഭയക്കാതെ നിൽക്കുന്നത് കണ്ട് സന്തോഷിക്കുന്ന സ്നേഹവും നന്മയുമുള്ള ഹൃദയമുണ്ടെങ്കിലേ ഇവിടെ ഒരു മാറ്റം വരൂ. നന്ദി, നമസ്കാരം.